നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 LPSC മലയാളം മീഡിയത്തിന്റെ നടന്ന ഒരു ചോദ്യ പേപ്പർ വിശകലനമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 19 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 1-2 സെഷനിലായിട്ട് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ സയൻസ് പാർട്ട്, സോഷ്യൽ പാർട്ട് ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇനി സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡൗട്ട്സുകൾ ഉള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത എത്ര ഡെസിബൽ ആണ് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കേൾവിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത എന്ന് പറയുന്നത് 120 ഡെസിബൽ ആണ്. ഡെസിബൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. dB എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 തരത്തിലുള്ള തരംഗങ്ങളാണ് നമുക്കറിയാം. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് വേവ്സ് ഒക്കെ പോലെ ഇത്തരത്തിലുള്ള തരംഗങ്ങളാണ്. ഒരു ക്രസ്റ്റും ഒരു ട്രഫൊക്കെ വരുന്ന രീതിയിലുള്ള അനുപ്രസ്ഥ തരംഗങ്ങൾ. ഇനി അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? അത് ഒരു കംപ്രഷൻ മേഖല, ഒരു റെയർഫ്രാക്ഷൻ മേഖല, പിന്നെ ഒരു കംപ്രഷൻ മേഖല, പിന്നെ ഒരു റെയർഫ്രാക്ഷൻ മേഖല. അതായത് പ്രഷറിന് അടിസ്ഥാനത്തിൽ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന രീതിയിലായിരിക്കും എന്തുണ്ടാവുക? ഈ അനുദൈർഘ്യ തരംഗങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് എത്ര ഡെസിബൽ ആണ്? 120 ഡെസിബൽ ആണ്. നമ്മൾ നോർമലി ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ എത്ര ഡെസിബൽ സൗണ്ടിലാണെന്ന് അറിയാവോ? 60 to 65 ഡെസിബൽ സൗണ്ടാണ് നമ്മൾ നോർമലി. ഓക്കെ, 60 മുതൽ 65 ഡെസിബൽ സൗണ്ടാണ് എന്ത് നമ്മൾ നോർമലി ഒരാൾ സംസാരിക്കുന്ന സാധാരണ രീതിയിലുള്ള സൗണ്ട് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 Hz to 20,000 Hz ആണ്. ഓക്കെ, അത് ആവൃത്തിയാണ് കേട്ടോ. ഹേർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നത്. ഓക്കെ, 20 to 20,000. 20ൽ താഴെയാണെങ്കിൽ അതിന് ഇൻഫ്രാസോണിക് എന്നും, അത് 20,000ൽ കൂടുതലാണെങ്കിൽ അതിന് അൾട്രാസോണിക് സൗണ്ട്സ് എന്നും അറിയപ്പെടുന്നു. ഇൻഫ്രാസോണിക്കിൽ വരുന്ന സൗണ്ട് കേൾക്കാൻ കഴിയുന്ന ജീവിയാണ് എന്ത്? പ്രാവൊക്കെ പറയുന്നത്. ആന, പ്രാവൊക്കെ ഇൻഫ്രാസോണിക് റേഞ്ചുകളാണ്. അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ഇരപിടിക്കാൻ കഴിയുന്ന ജീവിയാണ് ഏതെന്ന് പറയുന്നത്? വവ്വാൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബാറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത ചോദ്യം നോക്കാം. സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഘർഷണ ബലം കുറയ്ക്കാൻ, വിസ്കസ് ബലം കുറയ്ക്കാൻ, യാന്ത്രിക ബലം കുറയ്ക്കാൻ, കാന്തിക ബലം കുറയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ചോദ്യം പറയുമ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം ഏതാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഞാൻ പറയുന്ന ഫാക്റ്റുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന റിലേറ്റഡ് ഫാക്റ്റുകൾ മുഴുവൻ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതോടൊപ്പം ഞാൻ പറയുന്നതിനോടൊപ്പം ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണ ബലം കുറയ്ക്കുന്നതിന് വേണ്ടി. ഘർഷണ ബലം കുറയ്ക്കുന്നതിന് വേണ്ടി. എന്താണ് ഘർഷണ ബലം? 2 വസ്തുക്കൾ, അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ചലിക്കുന്ന സമയത്ത് ഇവ രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു സർഫസ് ഉണ്ടല്ലോ, ആ ഒരു സർഫസിൽ ഈ പറയുന്ന
ഇതിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഈ രണ്ടിൻ്റെയും പ്രതലങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പ്രതലങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഒപ്പോസിങ് ഫോഴ്സ് ആണ് എന്ത്? ഘർഷണബലം അഥവാ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന് നമുക്ക് രണ്ട് തരത്തിൽ പറയാം. എങ്ങനെ പറയാം? അതായത് ഉപകാരങ്ങളുള്ള സാഹചര്യമുണ്ട്, ഫ്രിക്ഷൻ ഒരു ഉപദ്രവമായുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഉപകാരമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ തീപ്പെട്ടിയുടെ കമ്പ് ഉരയ്ക്കുന്ന സമയത്ത് തീ കത്തുന്നത് ഫ്രിക്ഷൻ്റെ ഒരു ഉപകാരമാണ്. അതേപോലെ തന്നെ നമ്മുടെ ടയറുകളിൽ ചാലുകളും വരകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മുടെ ടയറിലാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാണ്? ഫ്രിക്ഷൻ കൂട്ടാനാണ്. അപ്പോൾ തെന്നി മാറില്ല, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ തെന്നി മാറാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപകാരങ്ങളാണ്. ഉപദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ മൂലം ഒരുപാട് റെയേഴ്സ് ആൻഡ് ടയേഴ്സ്, അതായത് പറയുന്ന തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, യന്ത്രഭാഗങ്ങൾക്കുള്ള തേയ്മാനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുമ്പോൾ ആ എണ്ണ അവിടെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹകം. എന്താണ്? സ്നേഹകം. ഖരാവസ്ഥയിൽ ഇതൊരു ദ്രാവകാവസ്ഥയിലുള്ള ഇതൊരു ദ്രാവകാവസ്ഥയിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് ഇത് എണ്ണ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ട്, ഏതാണെന്നറിയാവോ? അത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള ലൂബ്രിക്കൻ്റ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്നേഹകങ്ങളെ കുറിച്ച് അറിഞ്ഞു. ദെൻ നമ്മൾക്ക് ഈ പറയുന്ന കണ്ടീഷനിൽ പിന്നെ വരുന്നതൊരു വിസ്കസ് ബലത്തെക്കുറിച്ച് കൂടെ നമ്മുടെ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഈ എണ്ണ എന്നൊക്കെ തരുമ്പോൾ ജലത്തേക്കാളും വിസ്കസ് ബലം കൂടിയ ദ്രാവകമാണ് എണ്ണ അല്ലേ? അപ്പോൾ ഈ ഒരു ഡൗട്ട് അവിടെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ദ്രാവക ലെയേഴ്സ് ഉണ്ടല്ലോ, ഇതിനിടയിൽ നിലനിൽക്കുന്ന ഒന്നാണ് എന്ത്? ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ലെയേഴ്സ് ഓഫ് എന്താണ് ദ്രാവകങ്ങൾ, ഫ്ലൂയിഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു എന്താണ്? ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഈ വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് വിസ്കസ് ബലം എന്ത് ചെയ്യുന്നു? കുറയും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് അതുകൊണ്ട് ഇവിടെ കൺഫ്യൂസ് ആവരുത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞു തന്നെ കേട്ടോ. സൈക്കിൾ ചക്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഫ്രിക്ഷൻ തന്നെയാണ്, അതായത് ഘർഷണ ബലം തന്നെയാണ്. അടുത്ത 22ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ എന്നോടൊപ്പം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, മറക്കരുത് കേട്ടോ. ദെൻ കൂട്ടത്തിൽ പെടാത്തത് ഏത്? 22ാമത്തെ ചോദ്യം ഇതാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഇത്. സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ് 8ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അളവുകളും യൂണിറ്റുകളും പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് തരത്തിലുള്ള അളവുകളെ പഠിക്കുന്നുണ്ട്. സദിശ അളവുകളും അദിശ അളവുകളും. അതായത് സ്കെലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും അല്ലേ? സദിശ അളവുകൾ, സദിശ, ദിശയോട് കൂടിയത്. ഒരു അളവിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്ന അളവുകളാണ് സദിശ അളവുകൾ. ഒരു അളവിൻ്റെ പരിമാണം മാത്രമായിട്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രം അവിടെ സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? അദിശ അളവുകൾ. അവിടെ ദിശയ്ക്ക്, അതിൻ്റെ ഡയറക്ഷന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം, വേഗം എന്നാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഏതാണ്? വേഗത എന്നുള്ളതാണ്. വേഗത സമം എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ് ദൂരം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക, ദൂരം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് എനിക്ക് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം അല്ലേ? അപ്പോൾ ഇത് എയും ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വന്ന ഈ കംപ്ലീറ്റ് വര, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വന്നതും ഇതൊക്കെ എന്താണ്? ഞാൻ സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ സ്ഥാനാന്തരം എന്താണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും, അതായത് ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ്. എന്താണ്? ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം
ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിന് ഡയറക്ഷൻ നമ്മൾക്ക് ആവശ്യമാണ്. പക്ഷേ ദൂരം കണക്കാക്കാൻ ഡയറക്ഷൻ വേണ്ടാലോ. ഓക്കെ, അതുകൊണ്ടാണ് വേഗത ഡിസ്റ്റൻസ് ബൈ ടൈമിന് എന്ത് പറയുന്നത്? അതൊരു അദിശ അളവാണെന്ന് പറയുന്നത്. പ്രവേഗം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? അതാണ് നമ്മുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം. ത്വരണം എന്താണ്? യൂണിറ്റ് സമയത്തിലുള്ള പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. ത്വരണം എന്താണ്? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ്. അതായത് ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ്. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തികവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? റിറ്റൻറ്റിവിറ്റി എന്നാണോ, കൊഹിഷൻ എന്നാണോ, പെർമിയബിലിറ്റി എന്നാണോ, വശഗത എന്നാണോ? അപ്പോൾ 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് ഏതാ വരുന്നത്? നമുക്ക് വശഗത എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വശഗത എന്നുള്ളതാണ് ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള ഒരു കാന്തിക വസ്തുവിന്റെ കഴിവാണ് വശഗത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് റിറ്റൻറ്റിവിറ്റി എന്ന് വെച്ചാൽ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലം കാന്തിക ശക്തി കിട്ടിയാൽ ഒരു കാന്തിക മണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? ആ കാന്തത്തിന്റെ പ്രഭാവം നിലനിൽക്കുന്ന ആ ഒരു ഹോൾ ഏരിയനെയാണ് എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ആ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാന്തിക മണ്ഡലത്തിനകത്ത് നിന്നും കാന്തികവൽക്കരിക്കപ്പെട്ട ഒരു വസ്തുവിന് അതിന്റെ കാന്തിക സ്വഭാവം നിലനിർത്താനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള ഒരു കാന്തിക വസ്തുവിന്റെ കഴിവ്. ഇപ്പൊ നമ്മൾ വശഗത എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ വശീകരിക്കുക എന്ന വാക്ക് പറയുന്നത് എന്താണ്? അട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. അതായത് എന്താണ്? ആ ഒരു അദ്ദേഹത്തിന്റെ വശീകരണത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ ഡയലോഗ് കേൾക്കാറുണ്ട് അല്ലേ. അതായത് ആ ഒരു ഇൻഫ്ലുവൻസിൽ അവരവിടെ അല്ലെങ്കിൽ അഡിക്റ്റ് ആയി പോവുക എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള, അതായത് വീഴാനുള്ളൊരു ചാൻസ്, ആ ഇതിലോട്ട് ഉള്ളൊരു അട്രാക്ഷൻ കിട്ടാനുള്ളൊരു ചാൻസ് അതല്ലേ. അപ്പം മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള വസ്തുവിൻ്റെ കഴിവിനെയാണ് വശഗത എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊന്ന് ചെറുതായി കണക്ട് ചെയ്താണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ വേറൊരു സെൻസിൽ എടുക്കരുത്. ഓക്കെ, വശഗത എന്ന് പറയുന്നത്. റിറ്റൻറ്റിവിറ്റി എന്താണ്? ഇങ്ങനെ കാന്തവൽക്കരിക്കപ്പെടുമ്പോൾ ആ കാന്തിക സ്വഭാവം നിലനിർത്താനുള്ള കഴിവ്. ഓരോ വസ്തുവിൻ്റെയും റിറ്റൻറ്റിവിറ്റി എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പച്ചരുമ്പിൻ്റെ ആയിരിക്കില്ല ഏതിനുണ്ടാവുക, ഇപ്പോൾ ടോൾസ്റ്റോണിൻ്റെയോ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പൽനിക്കോൻ്റെ ആയിരിക്കില്ല പച്ചരുമ്പിന്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, കാന്തിക ബലരേഖകളെ എത്രത്തോളം ആ മെറ്റീരിയൽ കടത്തി വിടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ് എന്ന് പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ കൊഹിഷൻ എന്താണ്? കൊഹിഷൻ ഇതുമായി കാന്തവുമായി ബന്ധപ്പെട്ടതേ അല്ലേ. രണ്ട് തന്മാത്രകൾക്കിടയിലുള്ള ബലമാണെന്ത്? കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത എന്ന് പറയുന്നത്. ഓക്കെ, വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് പച്ച ഇരുമ്പ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിന് റിറ്റൻറ്റിവിറ്റി കുറഞ്ഞതും വശഗത കൂടുതലുമാണ്. എന്തുകൊണ്ടാണ് പച്ചരിമ്പ് സെലക്ട് ചെയ്യുന്നത്? റിറ്റൻറ്റിവിറ്റി കുറവും വശഗത കൂടുതലുമാണ്. ഓക്കെ ആണല്ലോ. തിരിഞ്ഞു പഠിക്കരുത് കേട്ടോ, അത് പറഞ്ഞു വരുമ്പോഴേ നമുക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ എന്താണ് കൃത്യമായി തന്നെ പഠിക്കുക. റിറ്റൻറ്റിവിറ്റി പച്ചിരുമ്പിന് എന്താണ്? പച്ചിരുമ്പിന് റിറ്റൻറ്റിവിറ്റിയുമുണ്ട് വശഗതയുമുണ്ട് അല്ലേ. റിറ്റൻറ്റിവിറ്റി എന്താണ്? റിറ്റൻറ്റിവിറ്റി കുറവാണ്.
ഓക്കെ, വശകതയോ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കാന്തവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് വശകത എന്നുള്ളത്. റിട്ടൻറ്റിവിറ്റി എന്ന് വെച്ചാൽ അത് നിലനിർത്താനുള്ള കഴിവാണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, ഇലക്ട്രിസിറ്റി കിട്ടുന്ന അത്രയും കുറച്ച് സമയത്തേക്ക് മാത്രം എന്തായാൽ മതി, അതിന് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന റിട്ടൻറ്റിവിറ്റി കുറവും വശകത കൂടുതലും എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യം, ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. 24ാമത്തെ ചോദ്യം നോക്കാം. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പാണോ, വെള്ളയാണോ, നീലയാണോ, ചുവപ്പാണോ? കറുപ്പാണോ, വെള്ളയാണോ, നീലയാണോ, ചുവപ്പാണോ? അബ്സല്യൂട്ട്ലി നിങ്ങൾക്കറിയാം എന്തായിരിക്കും, കറുപ്പായിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ് കറുപ്പ്? ഈ പറയുന്ന ആകാശത്തിന് നീല നിറം കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മുടെ പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളായിട്ടും കൊളൈഡ് ചെയ്തുകൊണ്ട് അത് സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നു അല്ലെ. സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത് കൊണ്ടാണ് എന്ത്, അന്തരീക്ഷത്തിൽ നീല നിറത്തിൽ കാണാൻ, അല്ലെങ്കിൽ നമ്മളുടെ ആകാശം നീല നിറത്തിൽ കാണുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കടലിലെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കമന്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ സ്കാറ്ററിങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നതാണ്. ഓക്കെ, ബഹിരാകാശ സഞ്ചാരികൾ കാണുന്ന നിറം ഏതാണെന്നാണ് ചോദിച്ചത്. കറുപ്പാണല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് കറുപ്പ്? നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും മറ്റുമായി കൊളൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിമുട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രകാശരശ്മികൾ വിസരണത്തിന് കാരണമാകുന്നു. വിസരണം എന്താണ്? സ്കാറ്ററിങ്. ഓക്കെ, വിസരണം അതായത് സ്കാറ്ററിങ്. നമ്മൾ ഒരുപാട് പേർക്ക് എന്തിന് ഡൗട്ട് ഉണ്ടാവും, ഈ മലയാളം ടേംസിന് ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ 2 ടേംസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഈ ആദ്യം ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ടേംസും പഠിച്ചോളൂ. അപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ടേംസ് പതിയെ മാറ്റി വെച്ചിട്ട് മലയാളത്തിലോട്ട് കടക്കാൻ സാധിക്കും. PSC ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഏത് ടേം വേണം, മലയാളം ടേംസ് വേണം. നിർബന്ധമില്ല അവർ ഇംഗ്ലീഷിലുള്ള ടേംസ് തരണം എന്ന് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, മലയാളത്തിലുള്ള ടേംസ് തന്നെ പഠിച്ചു വെക്കണം. സോ പഠിക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ രീതിയിൽ കണക്ട് ചെയ്ത് ഒപ്പം പറഞ്ഞ് പഠിക്കാം. ഓക്കെ ആണല്ലോ. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിൽ തട്ടി സ്കാറ്ററിങ് അതായത് വിസരണത്തിന് വിധേയമാകുമ്പോഴാണ് നമ്മളുടെ ആകാശം നീല നിറത്തിൽ കാണുന്നത്. എന്നാൽ ബഹിരാകാശത്ത് വാക്യൂം ആണ് അല്ലേ, വാക്യൂം ആണ്. അപ്പോൾ അവിടെ എന്താണ്, സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നില്ല. മനസ്സിലായോ? സ്കാറ്ററിങ്ങിനപ്പോൾ വിധേയമാകുന്നില്ല. അപ്പോൾ ഈ വാക്യൂം എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ള പദാർത്ഥങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് എയറിന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശരശ്മികൾക്ക് എന്തിനു സാധിക്കുന്നുള്ളൂ, സ്കാറ്ററിങ്ങിന് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കറുപ്പ് നിറമായിട്ട് കാണാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു റീസൺ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ല, പ്രകാശം അവിടെ സഞ്ചരിക്കാൻ മാധ്യമമില്ല എന്നുള്ളതിൻ്റെ തന്നെ ഉത്തരമായി വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. എന്താണ്, ബഹിരാകാശത്ത് ഉണ്ടാവുന്ന സ്ഫോടനങ്ങളുടെയും മറ്റുള്ള ചലനങ്ങളുടെയും സൗണ്ട് നമ്മളെ ഭൂമിയിൽ കേൾക്കാത്തതിന് കാരണം എന്താണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കുന്നതിനായിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ റേഡിയോ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താണ് എന്നുള്ളത്. കാരണം പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല, പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അന്തരീക്ഷത്തിൽ അതായത് ബഹിരാകാശത്ത് ഉണ്ടാവുന്ന സൗണ്ടുകളൊന്നും പരസ്പരം കേൾക്കാനായിട്ട് സാധിക്കാത്തത്. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ 25ാമത്തെ ചോദ്യം. ഓക്കെ, ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിനായി 8 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു.
പല്ല് നിരീക്ഷിക്കുന്നതിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം തരുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ, അതായത് ഒരു മാത്തമാറ്റിക്കൽ കണക്കാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ ഫോക്കൽ ദൂരം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഈക്വൽ ടു കോൺകേവ് ആണ് -8. ഓക്കെ, കോൺകേവ് ദർപ്പണമാണ്. പല്ലിൽ നിന്നും 4 സെന്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 4 സെന്റിമീറ്റർ ദൂരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഒബ്ജക്റ്റിൽ നിന്നും 4 സെന്റിമീറ്ററിലെ ദൂരം പിടിച്ചിരിക്കുന്നത്, പുറകിലോട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -4 ആയിരിക്കും. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ മിറർ ഇക്വേഷൻ പ്രകാരം 1/f ഈസ് ഈക്വൽ ടു 1/u + 1/v ആണ്. നമുക്കിതിൽ കിട്ടേണ്ടത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് കിട്ടിയാലേ ആവർത്തനം കാണാൻ പറ്റൂ അല്ലേ? അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/f - 1/u എന്ന് ചെയ്യുന്നു. എഫും യുവും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം ആ എഴുതിയതിൽ നിന്നും നമ്മൾക്ക് എന്ത് കിട്ടും? v ഈക്വൽ ടു 8 എന്ന് കിട്ടും. v ഈക്വൽ ടു 8 എന്ന് കിട്ടിയോ? കിട്ടി. ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എഴുതി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് മറ്റേ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ മറ്റോ കീപ്പ് ചെയ്യാം. നോട്ട് ഒപ്പം എഴുതി പോകുന്നവരുണ്ടെങ്കിൽ എഴുതാം, എന്നിട്ട് ഞാൻ ബാക്കി സ്റ്റെപ്സ് എഴുതാം. ഓക്കെ ആണല്ലോ? ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ നോട്ടിലോട്ട് ഒന്ന് എഴുതി വെക്കുകയോ ചെയ്യാം. ചിലവർക്ക് പ്രോബ്ലംസ് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/f - 1/u ആണ്. അതിൽ നിന്നും നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടേണ്ടത് 1/v ആണ്. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/-8 - 1/-4. ഓക്കെ, അങ്ങനെ നമുക്ക് വിൻ്റെ വാല്യൂ എന്ത് കിട്ടും? v ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ആവർത്തനമാണ്. അതായത് എത്ര മടങ്ങ് നമ്മുടെ ആ ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും വലുതായിട്ടുണ്ട് എന്നുള്ളത്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും എത്ര മടങ്ങ് വലുതായി എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാം. അതല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കാണുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? v/u ചെയ്താൽ മതി. v/u ചെയ്താലും മതി. ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? -8 ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരുന്നു? -4 ആണ്. 8/4 എത്രയാണ്? 2. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എത്രയാണ്? 2 എന്ന് വന്നു. ഓപ്ഷൻ സി 2. ഓക്കെ ആണല്ലോ? ഒരു ദന്ത ഡോക്ടർ പല്ല് പരിശോധിക്കുന്നതിന് 8 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കൽ ദൂരം അറിയാം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അറിയാം. അത് ഉപയോഗിച്ച് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ 2 ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, അതിന് യൂണിറ്റ് ഉണ്ടോ എന്നുള്ളത്. ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. അടുത്ത 26ാമത്തെ ചോദ്യം നോക്കിയാലോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ഫലം ഉപയോഗിക്കുന്നത്? എന്താണ് പ്ലവക്ഷമ ഫലം എന്ന് പറയുന്നത്? ഒരു വസ്തു ഭാഗികമായോ മുഴുവനായോ ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിലേക്ക് അല്ലെങ്കിൽ ആ വസ്തുവിനെ ഉയർത്തുന്നതിനായിട്ട് എന്തുപയോഗിക്കും? ഈ ദ്രാവകം ഒരു ഫോഴ്സ് ഉപയോഗിക്കും. ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഒരു ഫോഴ്സ് ആര് പ്രയോഗിക്കും? ആ ദ്രാവകം പ്രയോഗിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് എക്സാമ്പിളായിട്ട് ഉദ്ദേശിക്കുക. നമ്മളിപ്പോൾ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബക്കറ്റോ എന്താണോ യൂസ് ചെയ്യുന്നത് അത് വെള്ളത്തിനടിയിലുള്ള സമയത്ത് വലിക്കാൻ നമുക്ക് നല്ല എളുപ്പമായിരിക്കും അല്ലെ? വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? മുകളിലോട്ട് ആ ബക്കറ്റും വെള്ളത്തിനെ ആര് ഇപ്പോൾ പുഷ് ചെയ്യുന്നുണ്ട്? ഈ ദ്രാവകം, അതായത് നമ്മുടെ വെള്ളം, കിണറ്റിലെ വെള്ളം പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണ്? അവിടെ വെയിറ്റ് ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ബക്കറ്റിൻ്റെ വെയിറ്റ് അത്രയും തന്നെ നമുക്ക് തിരിച്ച് ആ വെള്ളത്തിൻ്റെ സർഫസിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുമോ? നമുക്ക് നല്ല വെയിറ്റ് എത്രയാണോ അതിൻ്റെ വെയിറ്റ് കൃത്യമായി തന്നെ നമുക്ക് അറിയും അല്ലേ? അതായത് ആ ബക്കറ്റിൻ്റെ വെള്ളത്തിന് നമ്മൾ എത്രത്തോളം ആദേശം ചെയ്യുന്നുണ്ടോ അതിന് തുല്യമായിട്ടുള്ളൊരു ഫോഴ്സ് അവിടെ എന്താണ്? ഉണ്ട്.
അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ് എത്രയാണോ അതാണ് അതിൻ്റെ പ്ലവക്ഷമ ഫലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ വെയിറ്റ് ലോസ് എത്രയാണോ, അതായത് എയറിലുള്ള വെയിറ്റ് എത്രയാണോ അതേപോലെ തന്നെ ദ്രാവകത്തിലുള്ളത് എത്രയാണ്, ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ദ്രാവകത്തിൽ പാർഷ്യലി അല്ലെങ്കിൽ ഭാഗികമായോ കംപ്ലീറ്റ് ആയോ മുങ്ങി നിൽക്കുന്ന ഏതൊരു വസ്തുവിന് മുകളിലും ദ്രാവകം പ്രയോഗിക്കുന്ന ഭാരത്തെ അല്ലെങ്കിൽ ഫലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലവക്ഷമ ഫലമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പ്ലവക്ഷമ ഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ആ വസ്തുവിൻ്റെ വ്യാപ്തവുമാണ്. ആ വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് എന്തിനെ സ്വാധീനിക്കുന്നത്, ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ആ വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സാന്ദ്രതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സാന്ദ്രത എന്താണ്, ഡെൻസിറ്റി ആണല്ലേ. അപ്പോൾ ഗ്ലിസറിൻ ആണ് വരുന്നത്. ഉത്തരം എന്ത് വരുന്നു, ഗ്ലിസറിൻ എന്ന് വരുന്നു. ഓക്കെ അല്ലേ. 27ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ, നമ്മൾ ഊർജത്തിൻ്റെ ഉറവകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കൂലേ, ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു 5ാം ക്ലാസ്സിൽ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു 10ാം ക്ലാസ്സിൽ നമുക്ക് ഊർജവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതാണ് തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ്, കായംകുളമാണ്. തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? തെർമൽ പവർ സ്റ്റേഷനിൽ ഇപ്പം നമ്മൾ കായംകുളത്താണെങ്കിൽ അത് രാജീവ് ഗാന്ധി തെർമൽ പവർ സ്റ്റേഷൻ ആണല്ലേ. അതേപോലെ നെയ്വേലി എന്ന് പറയുന്ന പ്രദേശത്തും എന്തുണ്ട്, ഈ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ എന്താണ് ഇന്ധനങ്ങൾ? കൽക്കരി, നാഫ്ത, ലിഗ്നേറ്റ്. കൽക്കരി, നാഫ്ത, ലിഗ്നേറ്റ് പോലെയുള്ള പദാർത്ഥങ്ങളാണ് ഇതിൽ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട താപനിലയങ്ങളാണ് എന്ത്, തെർമൽ പവർ സ്റ്റേഷനുകളാണ്. ഛത്തീസ്ഗഡിലെ കോബ്ര, വിന്ധ്യാചൽ മധ്യപ്രദേശ്, അതേപോലെ തന്നെ നെയ്വേലി തമിഴ്നാട്, അതേപോലെ രാമഗുണ്ടം തെലുങ്കാന, നമ്മുടെ കേരളത്തിലുള്ള കായംകുളം, ഇതെല്ലാം എന്താണ്, തെർമൽ പവർ പ്ലാന്റ്സ് ആണ്. കേരളത്തിൽ തന്നെ നമുക്കുള്ളത് ഏതാണ്, രാജീവ് ഗാന്ധി നിലയം അല്ലെങ്കിൽ കായംകുളം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കായംകുളം എന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിലൊന്നായ GJ367b ഭൂമിയിൽ നിന്നും എത്ര പ്രകാശവർഷം അകലെയാണ്? എത്ര പ്രകാശവർഷമാണ്? 31. എത്ര പ്രകാശവർഷമാണ്? 31 പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാവോ? നമ്മൾ ഈ പ്രകാശവർഷത്തിൽ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റ് ആണ് എന്നുള്ളത്. പ്രകാശവർഷം എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ്. നമ്മൾക്ക് എന്ത് തോന്നും? ആ സമയത്ത് ഇത് ചിലപ്പോൾ സമയത്തിൻ്റെ ആയിട്ടൊക്കെ തോന്നാം. ഓക്കെ ആണല്ലോ, സമയത്തിൻ്റെ യൂണിറ്റായി തോന്നാം. വർഷം എന്നൊക്കെ കാണുമ്പോൾ ഇത് ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം നോക്കിയാലോ. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിൻ്റെ മാസ് ശതമാനം എത്രയാണ്? ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 30 ഗ്രാം ഗ്ലൂക്കോസ് ആണുള്ളത്. ടോട്ടൽ എത്രയുണ്ട്? 150 ഗ്രാം ലായനി ഉണ്ട്. അപ്പോൾ 30/150 × 100. ഓക്കെ ആണല്ലോ. അപ്പോൾ 1/20 × 100. ഓക്കെ ആണല്ലോ. ഓക്കെ, 30/120 നമുക്ക് കട്ട് ചെയ്ത് കളയുന്നു. 5 × 100/5, ഇപ്പോൾ 20 എന്ന് ഉത്തരം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 20 നമ്മുടെ ഉത്തരം വരുന്നത്. മാസ് പെർസെൻറ്റേജ് എത്രയാണ്? 20. ഓക്കെ, ദെൻ വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് സ്വതന്ത്രമാക്കപ്പെടുന്ന
പദാർത്ഥത്തിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവിനെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നേരനുപാതത്തിലാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ ഒരു വൈദ്യുതിയുടെ ആ ഒരു പ്രവാഹം മൂലം എന്തുണ്ടാവുന്നു? ഈ പറയുന്ന പദാർത്ഥങ്ങളിൽ വിഘടനം സംഭവിക്കുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. സോഡിയം ക്ലോറൈഡും കോപ്പർ സൾഫേറ്റൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്തുകൊണ്ട് വിധേയമാകുന്ന ഈ ഒരു പ്രക്രിയയെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണ വേളയിൽ ഒരു ഇലക്ട്രോഡ് പോസിറ്റീവിനോടും ഒരു ഇലക്ട്രോഡ് നെഗറ്റീവിനോടുമാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പോസിറ്റീവിനോട് കണക്ട് ചെയ്യുന്നത് ആനോഡും നെഗറ്റീവിനോട് കണക്ട് ചെയ്യുന്ന ആരെയാണ്? കാത്തോഡിനെയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 20 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്തൊരു സെഷനിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. വളരെ നല്ല രീതിയിൽ പഠിക്കുക. ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റും അതോടൊപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.